ഹേയ് ഗായ്സ്, നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം ഇന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നന്നായി കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഊറ്റിയിടാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. പിന്നീട് നമ്മൾ ഇടുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിന് ശേഷം നമ്മൾ 1 കൈപ്പിടി കല്ലുപ്പാണ് ചേർക്കുന്നത്. അതിന് ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇത് 3ഉം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് കുക്കറിൽ വേവിക്കാൻ വെക്കാം. അതിന് ശേഷം ഇതൊരു 4 വിസിലായിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇടണം. ഞാനിത് ചെയ്തപ്പോൾ മാറിപ്പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങളത് തെറ്റിക്കാൻ പാടില്ല. ആദ്യം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഉള്ളി ഇടാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഉപ്പിടാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. തക്കാളി ഇട്ടതിന് ശേഷം ചേർക്കുന്നത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് നമ്മൾ ഇടുന്നത്. അതിനുശേഷം പെരുംജീരകം ചതച്ചതും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് 3ഉം നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. പെരുംജീരകവും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടി നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയിൽ കിടന്ന് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വഴന്ന് കിട്ടണം. അതിനുശേഷം നമുക്ക് ഇത് എല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ഇതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച് വരണം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ഇതാണ് സാമ്പാർ മല്ലിച്ചെപ്പ് എന്നാണ് പറയാറ്. ഇവിടെ സാധാരണ മല്ലിച്ചെപ്പ് ഇല്ലാത്തത് കാരണം ഈ മല്ലിച്ചെപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വറവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുന്നത്. നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.